ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ വിഷു വ്ളോഗിലേക്ക് സ്വാഗതം. പുലർച്ചെ 4 മണിക്ക് അമ്മ വന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ച് കണിയൊക്കെ കാണിച്ചു തന്നു. ഇത്തവണത്തെ കണിയൊക്കെ ഒരുക്കിയതേ അച്ഛൻ തന്നെയായിരുന്നു. ഫുൾ ക്രെഡിറ്റ് അച്ഛനാണ്. എങ്ങനെയുണ്ട് ഞങ്ങളുടെ വിഷുക്കണി? അടിപൊളിയല്ലേ? കണി കണ്ടതിന് ശേഷം ഞങ്ങളെല്ലാവരും പോയി ഒന്ന് ഫ്രഷായി അങ്ങനെ താഴത്തേക്ക് വന്നു. അപ്പോൾ എല്ലാ വിശേഷ ദിവസങ്ങളിലും ഞങ്ങൾ എല്ലാ റിലേറ്റീവ്സിനെയും കസിൻസിനെയും എല്ലാവരും വിളിച്ച് വിഷ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് നേരെ പോയത് ഞങ്ങൾ അടുക്കളയിലേക്കാണ്. അവിടെ നോക്കുമ്പോൾ അമ്മയും അച്ഛനും ഫുൾ നല്ല ബിസിയാണ് കുക്കിങ്ങിൻ്റെ ഒക്കെ കാര്യങ്ങളായിട്ട്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നേരെ സദ്യയുടെ പ്രിപ്പറേഷനിലേക്ക് കിടന്നു. എൻ്റെ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറിയൊക്കെ അരിഞ്ഞു കൊടുക്കലായിരുന്നു. ഇന്നത്തെ മെയിൻ ഷെഫ് വന്നിട്ട് അച്ഛനായിരുന്നു. എല്ലാ പ്രിപ്പറേഷനും അച്ഛനും അമ്മയും കൂടിയിട്ടാണ് ചെയ്തത്. ഞാൻ വെറും പച്ചക്കറി അരിയൽ അങ്ങനത്തെ സഹായങ്ങളൊക്കെ എൻ്റെ വക ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഇങ്ങനെ ഈ വീഡിയോ എടുക്കലൊക്കെ ഇതൊക്കെ ഒരു പുതിയൊരു ഇതാണ്. അപ്പോൾ അവരോട് ഞങ്ങൾ വീഡിയോ ഇതായിരുന്നു അച്ഛൻ്റെ റിപ്ലൈ. ആർട്ട് ഫിലിമിന് അവാർഡ് കിട്ടിയ പോലെ ബെസ്റ്റ് ആക്ടർക്കുള്ള അവാർഡ് എനിക്ക് കിട്ടും. ഗോപിക്ക് കിട്ടുന്നോണം. കൊടിയേറ്റം ഗോപിക്ക്. അച്ഛനൊരു കൊടിയേറ്റായിക്കോ. അമ്മയ്ക്കാണെങ്കിലോ എന്താ പറയട്ടേന്ന് അറിയില്ല. അമ്മ ഒരു എക്സ്പ്രഷനൊക്കെ ഇട്ട് തരുമായിരുന്നു. എല്ലാവരും ഭയങ്കര കോൺഷ്യസ് ആയി വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴേ. പക്ഷെ അതൊക്കെ ഒരു രസമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ പണികൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഭയങ്കര തിരക്ക്. അമ്മ ഫ്രിഡ്ജിൽ നിന്ന് മോരേറിക്ക് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ചെറി കിട്ടി. അപ്പോൾ ചെറി വേണോ ചോദിക്കാൻ ഞങ്ങളോട്. അച്ഛനിവിടെ തേങ്ങ ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അച്ഛൻ ഫുൾ സ്വാഗിലോ. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഓരോ കറികൾ റെഡി ചെയ്ത് ഞങ്ങളുടെ മോരേറി കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ പതുക്കെ പറമ്പിലേക്ക് ഇറങ്ങി ഇല എടുക്കാനായിട്ട്. അപ്പോൾ അമ്മ എപ്പോഴും വിളിക്കുമ്പോൾ പറയാറുണ്ട്, മോളെ നാട്ടിൽ ഭയങ്കര ചൂടാണ് എന്ന്. പക്ഷെ ഇത്ര ചൂട് പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇലയൊക്കെ മുറിച്ച് കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ ചക്കയൊക്കെ കുറേ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ചക്ക സീസണും മാങ്ങ സീസണാണല്ലോ. പക്ഷെ ഞങ്ങൾക്കത് കിട്ടില്ല. ഞങ്ങൾ പോവും, നാളെ തന്നെ ഞങ്ങൾ തിരിച്ചു പോയി. അപ്പം നല്ല ഇലയൊക്കെ നോക്കി ഏട്ടങ്ങനെ മുറിക്കുകയാണ്. അപ്പം അതൊക്കെ കഴുകി ഇലയൊക്കെ കഴുകി വൃത്തിയാക്കൽ എൻ്റെ പരിപാടിയായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യുക. അങ്ങനെ സദ്യയൊക്കെ പ്രിപ്പയറായി. ഞങ്ങൾ പോയി ഡ്രസ്സൊക്കെ മാറ്റി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അച്ഛനിങ്ങനെ സദ്യ വിടുമ്പോൾ അധികം വിഭവങ്ങളൊന്നുമില്ലെങ്കിലും, കാരണം ഞങ്ങൾ ഇനിയിപ്പോൾ എന്തായാലും ഉണ്ടാവില്ല, ഇവിടെ അച്ഛനമ്മയും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ അധികം വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് വേസ്റ്റായി പോകണ്ടല്ലോ വെച്ചിട്ട് ഞങ്ങൾ ഉള്ളത് അടിപൊളിയായിട്ട് ഉണ്ടാക്കി. അപ്പം അമ്മ അച്ഛനിങ്ങനെ അതിങ്ങനെ വിളമ്പി കൊടുക്കുകയെല്ലാം. അങ്ങനെ ഞങ്ങളും സദ്യ കഴിക്കാനിരുന്നു. എല്ലാവരുടെ ഇലയിലും ഓരോ വിഭവങ്ങളായിട്ട് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുമിച്ചിരുന്ന് ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ചു. പായസം ഉണ്ടായിരുന്നു കേട്ടോ, സേമിയ പായസമായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ്
അച്ഛൻ അമ്മയും കൂടെ ഞങ്ങൾക്ക് വിഷുക്കൈനീട്ടം തന്നു. അങ്ങനെ എനിക്കും തന്നു വിഷുക്കൈനീട്ടം അച്ഛനും അമ്മയും കൂടി. അങ്ങനെ അച്ഛൻ അമ്മയ്ക്ക് കൊടുത്തു വിഷുക്കൈനീട്ടം. അത് ഏട്ടൻ എനിക്ക് കൈനീട്ടം തരുന്നതാണ്. അപ്പോൾ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ അവസരം കിട്ടുള്ളൂ. അവസരം മുതലാക്കുക പറയില്ലേ, അതാണത്. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫോട്ടോഷൂട്ട് എടുക്കാൻ പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു. അപ്പം അങ്ങനെ വരിക, അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഫാമിലി ഫോട്ടോസും ഞങ്ങളുടെ കപ്പിൾ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക്, ഞങ്ങൾ രണ്ടുപേരും കൂടെ എൻ്റെ വീട്ടിലേക്ക് പോയി. പോകുന്ന വഴിക്ക് നല്ല ട്രാഫിക് എന്ന് വെച്ചാൽ നല്ല ട്രാഫിക്. കുറേ ടൈം എടുത്തു. അങ്ങനെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിർബന്ധമാണ് സർബത്ത് കുടിക്കണമെന്ന്. അപ്പോൾ സർബത്ത് കുടിക്കാൻ കയറിയപ്പോഴാണ് ഈ തേൻമിഠായി കിട്ടിയത്. അപ്പോൾ അതും വാങ്ങി അങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കല്യാണം കഴിഞ്ഞിട്ട് ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ വിഷുവാണ് ഒരുമിച്ച്. കല്യാണം കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് വരുമ്പോൾ വേറൊരു ഫീലാണ്. അത് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു സ്പെഷ്യൽ ഫീലാണ്. അതെല്ലാവർക്കും, കല്യാണം കഴിഞ്ഞ എല്ലാ കുട്ടികൾക്കും പെൺകുട്ടികൾക്കും അത് മനസ്സിലാവും. അങ്ങനെ ഇത് ഞങ്ങളുടെ വീട്ടിലൊരുക്കിയ കണിയാണ് കേട്ടോ. ഇവിടെ അച്ഛനും അമ്മയും ഒരുക്കിയ കണിയാണ്. എങ്ങനെയുണ്ട് കണി? അടിപൊളിയായില്ലേ? അത് കഴിഞ്ഞ് പപ്പയും അമ്മയും കൂടെ ഞങ്ങൾക്ക് കൈനീട്ടമൊക്കെ തന്നു. ഏട്ടന് കൊടുത്തു. അത് കഴിഞ്ഞ് എനിക്ക് തന്നു. അപ്പം എൻ്റെ പിന്നിൽ ഒരാളെ കാണാം നിങ്ങൾക്ക്. ഞങ്ങളുടെ പൊന്നുമാണ്. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ്, എത്ര 3 മാസത്തിന് ശേഷം ഞാൻ അവനെ കാണുന്നത്. അപ്പോൾ അവൻ കൊഞ്ചാണ്. അപ്പോൾ അതാണ്, ഈ കൊഞ്ചലാണ് അവൻ്റെ കാണുന്നത് നിങ്ങൾ. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞാനും അമ്മയും കൂടെ കുറച്ച് ഫോട്ടോസ് എടുത്തു. പിന്നെ ഞങ്ങൾ ഫാമിലി ഫോട്ടോസ് എടുത്തു. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ പോയത്, ഏട്ടൻ്റെ അച്ഛമ്മയുണ്ട്. അപ്പം അച്ഛമ്മേനെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ വിഷുവിന് ഇവിടെ ഉള്ളപ്പോൾ എപ്പോഴും ഞങ്ങൾ പോയി കാണാറുണ്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ കസിൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കസിൻസിൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവർക്ക് കൈനീട്ടമൊക്കെ കൊടുത്തു. പിന്നെ പടക്കവും കമ്പിത്തിരി മത്താപ്പും ഇല്ലാതെ എന്ത് വിഷു അല്ലേ? അപ്പം ഞങ്ങൾ കുറച്ച് പടക്കം പൊട്ടിച്ചു, കമ്പിത്തിരി മത്താപ്പും ഇതൊക്കെ കത്തിച്ചു. പക്ഷേ എൻ്റെ വീട്ടിൽ ഞങ്ങൾ പടക്കം അങ്ങനെ വാങ്ങാറില്ല. കാരണം ഞങ്ങളുടെ പൊന്നുണ്ടായതുകൊണ്ട് അവർ ഭയങ്കര പേടിയാണ്. അവിടെ എവിടെയെങ്കിലും പടക്കം പൊട്ടിക്കഴിഞ്ഞാൽ അവൻ എന്താ പറയുക, ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കും. ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ പടക്കം അങ്ങനെ വാങ്ങാറില്ല വിഷുവിന്. കമ്പിത്തിരി വെച്ചിട്ടുള്ള കുറച്ച് പ്രവർത്തനങ്ങളാണ് നിങ്ങളെൻ്റെ കണ്ടുകൊണ്ടിരിക്കണേ. അപ്പോൾ നമ്മളെപ്പോഴും ക്രാക്കേഴ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കെയർഫുള്ളായിരിക്കണം. കാരണം അടുത്തടുത്ത് വീടുകളുള്ളപ്പോഴേ നമ്മൾ അതും കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലത്തെ ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു ഇത്. ഞങ്ങൾ കത്തിച്ച് നേരെ അത് മുകളിലേക്ക് പോയില്ല, അത് സൈഡിലേക്കാണ് പോയത്, അപ്പുറത്തെ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ എല്ലാവരും ഒന്ന് കെയർഫുള്ളാവുക. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ അവൻ്റെ കയ്യിലിരുന്നു അത് പൊട്ടി ഒരെണ്ണം. അപ്പോൾ കുറച്ച് കെയർഫുള്ളാവുക. പിന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് എൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് അച്ഛനും അമ്മയായിട്ട് കുറച്ച് നേരം കാടൊക്കെ കളിച്ചിരുന്ന് അങ്ങനെ ഞങ്ങളുടെ നല്ലൊരു വിഷു ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എന്തായാലും വരുന്നതായിരിക്കും. താങ്ക്